സനത്കുമാരൻ പൃഥുമഹാരാജാവിനോട് തുടരുകയാണ്. ഭഗവാനിൽ പരാനുരാഗമുള്ളവരുടെ ശ്രവണേന്ദ്രിയങ്ങൾ അലങ്കാരമായിട്ടുള്ള അവിടുത്തെ അവതാര കഥകളെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നതു മൂലം അനുനിമിഷം വർദ്ധിച്ചു വരുന്ന ഹരിഭക്തിയാൽ സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളുമായി കാണപ്പെടുന്ന സകല വസ്തുക്കളിലും വൈരാഗ്യവും ത്രിഗുണാതീതമായ ബ്രഹ്മത്തിൽ പരാനുരാഗവും അനായാസമായി ഉണ്ടാകും. ഇപ്പം ഈ കാണുന്ന പലതിനോട് വിരക്തി ഉണ്ടാവുകയും പരമമായതിനോട് ആസക്തി ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. സനത്കുമാരൻ പറയുന്നത്, ഭഗവാനിൽ പരാനുരാഗമുള്ളവരുടെ ശ്രവണേന്ദ്രിയങ്ങൾക്കലങ്കാരമായിട്ടുള്ള അവിടുത്തെ അവതാര കഥകളെ, ശ്രവണേന്ദ്രിയങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള, ശ്രവണേന്ദ്രിയങ്ങളെ ശ്രവണത്തിന് ഭംഗി കൊടുക്കുന്ന അവതാര കഥകളെ, ആ അവതാര കഥകളെ ആര് കേൾക്കണം? ഭഗവാനോട് പരാനുരാഗമുള്ളവർ, പരമമായ അനുരാഗമുള്ളവർ, ഭഗവാനോട് അനുരാഗമുള്ളവർ, ഭഗവാനോട് ഇഷ്ടമുള്ളവർ, ഭഗവത് പ്രാപ്തിക്കാഗ്രഹമുള്ളവർ, അവര് ശ്രവണേന്ദ്രിയങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള അവിടുത്തെ അവതാര കഥകളെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മൂലം, പ്രകീർത്തിക്കുമ്പം കേൾക്കുകയും ചെയ്യും, പറയുമ്പം പറയുന്നയാള് കേൾക്കുകയും ചെയ്യും. അപ്പൊ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മൂലം, അപ്പം നമ്മൾ പറയുമ്പം ആ പറയുന്നത് നമ്മൾ കേൾക്കും. ആ കേൾവി ശ്രവണേന്ദ്രിയങ്ങൾക്ക് അലങ്കാരമാണ്. അലങ്കരിക്കപ്പെട്ടത് എന്ത് കണ്ടാലും ആനന്ദത്തെ ജനിപ്പിക്കും അത്. അപ്പം ഇത് സന്തോഷത്തെ ഉണ്ടാക്കും. പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മൂലം അനുനിമിഷം വർദ്ധിച്ചു വരുന്ന ഹരിഭക്തിയാൽ, ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നാല് ഓരോ നിമിഷവും ഹരിഭക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കും. എന്താണോ നമ്മൾ കേൾക്കുന്നത്, എന്താണോ നമ്മൾ കാണുന്നത്, അത് നമ്മളെ സ്വാധീനിക്കും. എന്താണോ നമ്മൾ പറയുന്നത്, അതൊക്കെ നമ്മളെ സ്വാധീനിക്കും. നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി നമ്മളെ സ്വാധീനിക്കും. പ്രധാനമായിട്ടും കണ്ണും നാക്കും കാതും. നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മുടെ ചിന്തയ്ക്കനുസൃതമായിട്ടുള്ളതായിരിക്കും. നമ്മൾ കാണുന്നത് നമ്മുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കും, കേൾക്കുന്നതും അതേപോലെ തന്നെ ചിന്തയെ ഉദ്ദീപിപ്പിക്കും. അപ്പം നമ്മൾ എന്ത് കാണുന്നു കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ത് പറയുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാലഘട്ടത്തിലെ ഒരു പഠനം പറയുന്നത്, നമ്മുടെ ഈ വാർത്താ ചാനലുകൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ബ്ലഡ് പ്രഷർ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, ആങ്സൈറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. അതായത് വാർത്താ ചാനലുകളിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമ്മളെ സ്വാധീനിക്കും. അവര് വാർത്തകൾ അവതരിപ്പിക്കുന്ന ആ രീതി അത് നമ്മളിൽ ഉദ്വേഗത്തെ ജനിപ്പിക്കും. അത് നമ്മളിൽ ആങ്സൈറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ദുരന്തപൂർണമായ കാഴ്ചകളായിരിക്കും മിക്കവാറും പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുക. അപ്പൊ അത് നിരന്തരം കാണുകയും അതിനെപ്പറ്റിയുള്ളത് നിരന്തരം കേൾക്കുകയും ചെയ്യുമ്പോൾ രക്തസമ്മർദ്ദവും മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ ആരോഗ്യത്തെ വരെ ബാധിക്കും എന്നർത്ഥം, എല്ലാ തരത്തിലും. അപ്പം നമ്മൾ എന്ത് കേൾക്കണം, എന്ത് കാണണം എന്നുള്ളത് തീരുമാനിക്കണം. കാണുന്നതും കേൾക്കുന്നതിനും അനുസരിച്ചായിരിക്കും മിക്കവാറും പറയുന്നതുണ്ടാവുക. അപ്പം എന്ത് കാണണം, എന്ത് കേൾക്കണം എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ച് അതിനെ പരിപോഷിപ്പിക്കുന്നത് കാണണം, അതിനെ പരിപോഷിപ്പിക്കുന്നത് കേൾക്കണം. ഇവിടെ ഭഗവത് പ്രാപ്തിയാണ് ലക്ഷ്യം. ഭഗവാനോടാണ് നമുക്ക് താല്പര്യം. ആ താല്പര്യം കൂട്ടാൻ എന്ത് വേണം? ഭഗവത് കഥകൾ കേൾക്കണം, ഭഗവത് കഥകൾ കാണണം. സിനിമ
ചിത്രകഥകള്, അങ്ങനെ ഭഗവാന്റെ ചിത്രങ്ങള്, ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനെ ദർശിക്കാം. അങ്ങനെ ഭഗവാനെ കാണുക, ഭഗവത് ലീലകള് വരച്ചതും അല്ലാത്തതുമായിട്ടുള്ളത് കാണുക, ഭഗവത് കഥാമൃതം ശ്രവിക്കുക. അങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ അത് തന്നെ നമ്മൾ പറയുകയും ഉള്ളൂ. അപ്പൊ ഈ കാണുന്നതും കേൾക്കുന്നതും നമ്മളെ സ്വാധീനിക്കും. അത് നമ്മളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ ഈശ്വരോന്മുഖം ആക്കും. അതുകൊണ്ട് ആരോഗ്യം വർദ്ധിക്കും, മനസമാധാനം ഉണ്ടാകും, ക്രമേണ ഈശ്വരപ്രാപ്തിയും ലഭ്യമാകും. അതുകൊണ്ട് എന്ത് കാണണം, എന്തു കേൾക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് വേണം കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടത്. എന്തൊന്നാണോ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം, അതു സാധിക്കുന്നതിനനുസരിച്ചിട്ടുള്ള വാർത്തകൾ കേൾക്കുകയും കാണുകയും ചെയ്യണം. നമ്മൾ കാണുന്നതിൽ ഒരു 90% വാർത്തകളും, 90%ഒന്നുമല്ല, 90, 95, 97% വാർത്തകളും നമുക്ക് ആവശ്യമുള്ളതല്ല. അത് നമ്മൾ കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ എന്തെങ്കിലും മാറ്റം എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ. അപ്പം ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു കാര്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം? അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം നമ്മൾ തീരുമാനിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമ്മളെ സഹായിക്കുന്നത് കാണണം, കേൾക്കണം, അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ചു പറയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയുള്ളൂ. ഈശ്വര സാക്ഷാത്കാരം അടക്കമുള്ള എന്ത് ലക്ഷ്യപ്രാപ്തിയായാലും, എന്ത് ലക്ഷ്യപ്രാപ്തിയായാലും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം തീരുമാനിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ സായുജ്യമാണ്, ഈശ്വര സാക്ഷാത്കാരമാണ് നമ്മുടെ ലക്ഷ്യപ്രാപ്തിയായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? അതിനെ സഹായിക്കുന്നത് കാണുകയും കേൾക്കുകയും വേണം. അപ്പൊ അത് പറയുകയും വേണം, പറയുമ്പോൾ കേൾക്കുകയും ചെയ്യും. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഭഗവത് കഥാമൃതങ്ങളെ പ്രകീർത്തിക്കണം, പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുമ്പം അത് കേൾക്കണം. ഭഗവാനിൽ പരാനുരാഗമുള്ളവരുടെ ശ്രവണേന്ദ്രിയങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള അവിടുത്തെ അവതാര കഥകളെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മൂലം, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ ഗുണം ഉണ്ടാവുക? അനുനിമിഷം വർദ്ധിച്ചു വരുന്ന ഹരിഭക്തി, ഓരോ നിമിഷവും ഹരിഭക്തി വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും, നിരന്തരം ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ, കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ മടുപ്പുണ്ടാവുകയില്ലേ എന്ന്. ഇല്ല. കാരണം ലക്ഷ്യപ്രാപ്തി എന്താണ് എന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരാൾക്ക് അതിലേക്ക് സഹായകരമാകുന്നത് നിരന്തരം ചെയ്താലും മടുപ്പുണ്ടാവില്ല. നിരന്തരം ചെയ്താലേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് ആ ആൾക്ക് അറിയാം. അത് ആ ആളിൽ മടുപ്പുണ്ടാക്കുകയില്ല. മടുപ്പുണ്ടാക്കുന്നത് പലപ്പോഴും ശ്രദ്ധയില്ലാതെ ചെയ്യുമ്പോഴാണ്. ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ മടുപ്പുണ്ടാവുകയില്ല. മെക്കാനിക്കലായിട്ട് ചെയ്യുമ്പോഴാണ് മടുപ്പുണ്ടാവുക. മെക്കാനിക്കൽ അല്ലാതാകണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധയോടുകൂടി ചെയ്യണം. അപ്പൊ ശ്രദ്ധയോടുകൂടി ഒരേ കാര്യം എന്നും ആവർത്തിച്ചാൽ അതില് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇന്ന് ചെയ്തതുപോലെ ആയിക്കൊള്ളണമെന്നില്ല നാളെ ഇതേ കാര്യം ചെയ്യുന്നത്. അപ്പം ഓരോ ദിവസവും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അത് പുതുതായിട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കും. മടുപ്പുണ്ടാവില്ല. മടുപ്പുണ്ടാവുന്നത് യാന്ത്രികമായിട്ട് ചെയ്യുമ്പോഴാണ്. ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ചെയ്താൽ മാത്രമേ മടുപ്പുണ്ടാവുകയുള്ളൂ. അവരവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ മടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഭഗവാനിൽ പരാനുരാഗമുള്ളവരുടെ ശ്രവണേന്ദ്രിയങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള അവിടുത്തെ അവതാര കഥകളെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മൂലം അനുനിമിഷം വർദ്ധിച്ചു വരുന്ന ഹരിഭക്തിയാൽ, അങ്ങനെയുള്ള ഹരിഭക്തി വർദ്ധിച്ചു വന്നാൽ എന്താ ഗുണം? സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളുമായി കാണപ്പെടുന്ന സകല വസ്തുക്കളിലും വൈരാഗ്യവും ത്രിഗുണാതീതമായ ബ്രഹ്മത്തിൽ പരാനുരാഗവും അനായാസമായി ഉണ്ടാകും.
ഗുണവൈഷമ്യത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സ്ഥൂല സൂക്ഷ്മങ്ങളായിട്ടുള്ള വസ്തുക്കളോട് വൈരാഗ്യം ഉണ്ടാകും, അതിനോട് താല്പര്യം ഇല്ലാതാകും. ത്രിഗുണാതീതമായിട്ടുള്ള ബ്രഹ്മത്തിന് താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. അതുണ്ടാക്കേണ്ട ആവശ്യമില്ല, ഇത് ചെയ്താൽ മതി. പക്ഷെ ഇത് ചെയ്യണമെങ്കിലും, ഈ ഭഗവത് കഥാമൃതം കേൾക്കണമെന്നുണ്ടെങ്കിലും ഒരു പ്രീ റിക്വസ്റ്റ് ഉണ്ട് ഇവിടെ. അതെന്താ? അത് ഭഗവാനോട് പരാനുരാഗം ഉണ്ടാവണം. ഈ ഭഗവാനോട് പരാനുരാഗം എങ്ങനെയാ ഉണ്ടാവുക? ജീവിതം ശ്രദ്ധയോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസ് അതെല്ലാവർക്കും ഉണ്ടാവും. അത് നമ്മളെ ഈശ്വരോന്മുഖരാക്കും. ആ ഈശ്വരോന്മുഖരാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭഗവത് കഥാമൃതങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുകയും കേൾക്കുകയും വേണം. ശ്രദ്ധയോടുകൂടി അവ അർത്ഥബോധത്തോടുകൂടി പ്രകീർത്തിക്കുകയും കേൾക്കുകയും ചെയ്താൽ നമ്മളിൽ ഭക്തി വർദ്ധിച്ചു വരും. ഭക്തി വർദ്ധിച്ചു വരുമ്പോൾ വിഷയങ്ങളോട് വിരക്തിയും പരമമായതിനോട് ആസക്തിയും താനെ ഉണ്ടായിക്കൊള്ളും, അനായാസം ഉണ്ടാകും. പ്രയാസപ്പെടേണ്ട, ഇത് ചെയ്താൽ മതി, അത് താനെ ഉണ്ടാകും. എനിക്കെങ്ങനെയാ വൈരാഗ്യം ഉണ്ടാവുക, എനിക്കെങ്ങനെയാ വിരക്തി ഉണ്ടാവുക എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രോസസ്സ് നിരന്തരം ചെയ്താൽ മതി. ഇത് ഒരു ധ്യാന രീതിയാണ് ശരിക്കും. ഈ വായിക്കുന്നത് സ്വാധ്യായം എന്നുള്ളതും ഒരു ധ്യാന രീതിയാണ്. അർത്ഥബോധത്തോടുകൂടി ശ്രദ്ധയോടുകൂടി വായിക്കുന്നത് ഒരു ധ്യാനമാണ്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ കഥ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അതൊരു ധ്യാനമായി തീരും. സ്വാധ്യായ കൊണ്ട് നമുക്ക് പരമമായതിനെ പ്രാപിക്കാൻ സാധിക്കും. ശ്രദ്ധയോടുകൂടി വളരെ വേഗത്തിൽ വായിച്ചു പോകരുത്, വളരെ പതുക്കെയും വായിക്കരുത്. അവരവരുടെ സംഭാഷണത്തിൻ്റെ വേഗതയിൽ വേണം. നമ്മളൊരാളോട് വർത്തമാനം പറയുമ്പം നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള സ്പീഡുണ്ട്, ആ സ്പീഡിൽ വേണം വായിക്കാൻ. അർത്ഥമറിഞ്ഞ് വായിക്കണം. അങ്ങനെ അർത്ഥമറിഞ്ഞ് അത് ശ്രദ്ധയോടുകൂടി വായിക്കുമ്പോൾ ആ വായനയിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ പരീക്ഷിച്ചു നോക്കാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം തുടരുകയാണ്. ബ്രഹ്മത്തിൽ സുദൃഢമായ രതിയുളവാകുന്ന സമയത്ത് ജ്ഞാനിയും പരമഭക്തനുമായ ആചാര്യനെ ലഭിക്കും. ആ ആചാര്യന്റെ ഉപദേശത്താൽ ജ്ഞാനവും വിഷയവിരക്തിയും സുശക്തമാകും. അതോടെ ജീവന്റെ പരമാനന്ദ സ്വരൂപത്തെ ആവരണം ചെയ്യുന്നതും മായാസംബന്ധിയുമായ പഞ്ചക്ലേശങ്ങളെ, 5 ക്ലേശങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും നമുക്ക് ഒരിക്കൽ കൂടി അതിൻ്റെ സ്വഭാവങ്ങളിലൂടെ കടന്നു പോകാം. പഞ്ചക്ലേശങ്ങളെ ഉദ്ഭവിപ്പിക്കുന്നതുമായ അന്ധകരണത്തെ ജനന മരണങ്ങളുടെ പുനരാവർത്തിക്ക് കാരണമാകാതിരിക്കത്തക്കവണ്ണം സമൂലം ദഹിപ്പിക്കുവാൻ ശേഷിയുള്ള ആത്മാനന്ദാനുഭവം തെളിഞ്ഞു വരും. വിറകിൽ നിന്നും മറ്റും ഉദ്ഭവിക്കുന്ന അഗ്നി തൻ്റെ തേജസ്സിന് തന്നെ കാരണമായിരിക്കുന്ന വിറകിനെ തന്നെ ദഹിപ്പിക്കുന്നത് പോലെയാണ് ഇതും. അദ്ദേഹം തുടരുകയാണ്. ബ്രഹ്മത്തിൽ സുദൃഢമായ രതി ഉളവാകുന്ന സമയത്ത്, രതി എന്നുള്ള പദം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഥാ രതിർ ബ്രഹ്മണി നൈഷ്ഠികീ പുമാൻ. അതായത് ഈ ബ്രഹ്മത്തിനോട് സുദൃഢമായ രതി ഉളവാകുന്ന സമയത്ത്, ഇത് എല്ലാ ഇന്ദ്രിയങ്ങളും അതിനു വേണ്ടിയിട്ട് തപിക്കും. അതെപ്പോഴുണ്ടാവുക? ഈ ഭഗവത് കഥാമൃത പ്രകീർത്തനം ശ്രദ്ധയോടുകൂടി ചെയ്യുമ്പോൾ. സ്വാധ്യായം ശ്രദ്ധയോടുകൂടി ചെയ്താൽ വിഷയവിരക്തി ഉണ്ടാകും. നേരത്തെ പറഞ്ഞു ബ്രഹ്മത്തിനോട് പരാനുരാഗവും ഉണ്ടാകും, അതിയായ അനുരാഗം ഉണ്ടാകും. അപ്പോൾ ഒന്നായി തീരുവാനുള്ള അത്യാസക്തിയാണ് രതി. എന്തിനോടാണോ നമുക്ക് ആഗ്രഹമുണ്ടാകുന്നത് അതിനോട് ഒന്നായി തീരുവാനുള്ള അത്യാസക്തിയാണ് രതി.
അപ്പൊ ബ്രഹ്മത്തിൽ സുദൃഢമായ രതി ഉളവാകുന്ന സമയത്ത് ജ്ഞാനിയും പരമഭക്തനുമായ ആചാര്യനെ ലഭിക്കും. ആചാര്യൻ തന്നെ വന്നോളൂ. ഇത് തേടി പിടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. തേടി പോകുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, സമയമാകുമ്പോൾ കിട്ടും. അപ്പം എങ്ങനെയുള്ള ആചാര്യൻ വേണം? ജ്ഞാനിയും പരമഭക്തനുമായ ആചാര്യൻ. അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പൊതുവേ ഉള്ള ഒരു ധാരണ അനുഭവമാണ് പ്രധാനം. അനുഭവം പ്രധാനമാണ്, അതിലും പ്രധാനമാണ് അറിവ്. അറിവ് അങ്ങനെ ഉണ്ടാവുകയൊന്നുമില്ല. പുസ്തകം വായിച്ചത് കൊണ്ട് മാത്രം അറിവുണ്ടാവുകയില്ല. പുസ്തകം വായിക്കുമ്പോൾ അറിവുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം. അല്ലാതെ വെറുതെ അറിയുവാനൊന്നും പറ്റുന്നു. പുസ്തകം വായിച്ചാൽ അങ്ങനെ അറിയാനൊന്നും പറ്റുന്നില്ല. അറിവ് ഒരു അനുഭവം തന്നെയാണ്. അനുഭവം അറിവാണ്, അറിവ് അനുഭവവും ആണ്. അങ്ങനെ ജ്ഞാനിയായ ആളായിരിക്കണം. അല്ലാതെ പരമഭക്തനായ ഒരു ആചാര്യനെ കിട്ടും എന്നല്ല പറഞ്ഞത്. ജ്ഞാനിയും ജ്ഞാനിയും വിരാഗിയുമായിട്ടുള്ള ജ്ഞാനിയും പരമഭക്തനുമായിട്ടുള്ള ആളെ കിട്ടും എന്നാണ് പറഞ്ഞത്. വൈരാഗ്യം, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളോട് വിരക്തനായവൻ. അപ്പം വിരക്തനായ ഒരാൾ, വിഷയങ്ങളോട് വിരക്തനായ ഒരാൾക്ക് ഈശ്വരനോട് പരമമായ ഭക്തി ഉണ്ടാവും. ഇത് രണ്ടും വേണം. ജ്ഞാനിയും പരമഭക്തനുമായ ആചാര്യനെ ലഭിക്കും. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ലഭിക്കൂ. അല്ലാതെ ലഭിക്കുന്നതൊക്കെ വിദ്യ പഠിക്കാൻ സഹായിക്കുന്ന ആളെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പരമമായ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ആള് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ആചാര്യന്റെ ഉപദേശത്താൽ ജ്ഞാനവും വിഷയവിരക്തിയും സുശക്തമാകും. ആ ആചാര്യൻ ജ്ഞാനിയും പരമഭക്തനുമായ ആചാര്യന്റെ ഉപദേശത്താൽ ജ്ഞാനവും വിഷയവിരക്തിയും സുശക്തമാകും. ജ്ഞാനം സുശക്തമാകണം. അല്ലാതെ വെറുതെ തരളിതരായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് തുടക്കത്തിലൊക്കെ ഒരു പക്ഷെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ സഹായിച്ചേക്കാം. ഈ പലപ്പോഴും അറിവിനോട് മുഖം തിരിച്ചു നിൽക്കുന്നവർ, ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അനുഭൂതി മാത്രമാണ് എന്ന് പറയുന്നവർ, അവർക്ക് പുസ്തകം വായിച്ചാൽ മനസ്സിലാകുന്നുണ്ടാവുകയില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറയണത്. അതുകൊണ്ട് അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഉള്ള ഒരു പൊതുവേ ഉള്ള ഒരു ആധ്യാത്മിക ട്രെൻഡാണ് ഈ അറിവിനെ ഇകഴ്ത്തി ഈ തരളിതമായിട്ടുള്ള അനുഭവങ്ങളെ പ്രകീർത്തിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അത് വാസ്തവത്തിൽ ഭാരതീയമായിട്ടുള്ള ആധ്യാത്മികതയിൽ ഊന്നിയിട്ടുള്ളതല്ല. ഭാരതീയമായിട്ടുള്ള ആധ്യാത്മികതയിൽ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട് തരത്തിലുള്ള ജ്ഞാനത്തെ പറ്റിയാണ് കാശ്മീര ശൈവ സമ്പ്രദായത്തിൽ പറയുന്നത്: പൗരുഷജ്ഞാനവും ബൗദ്ധിക ജ്ഞാനവും. പൗരുഷജ്ഞാനം എന്ന് പറഞ്ഞാൽ ദീക്ഷ കൊണ്ട് മാത്രം ലഭിക്കുന്ന അറിവാണത്. ദീക്ഷിതനായി കഴിഞ്ഞാൽ പൗരുഷജ്ഞാനം ലഭിച്ചു കഴിയും. ദീക്ഷ കിട്ടിയ ഒരാള് ദേഹം വിയോഗം വരുന്ന സമയത്ത് മുക്തരായി തീരും. ദീക്ഷ കിട്ടിയ ഒരാളപ്പം മുക്തരായി തീരും. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ മോക്ഷം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അറിവും വേണം, ബൗദ്ധിക ജ്ഞാനം ഉണ്ടാകണം. ബൗദ്ധിക ജ്ഞാനം എങ്ങനെയാ ഉണ്ടാവുക? ശാസ്ത്ര പഠനത്തിലൂടെയാണ് ബൗദ്ധിക ജ്ഞാനം ഉണ്ടാവുക. എന്നിട്ട് അഭിനവഗുപ്തപാദര് തുടർന്ന് അദ്ദേഹത്തിന്റെ തന്ത്രാലോകത്തിൽ പറയുകയാണ്, പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടുമുള്ള ഒരാളെ ലഭിക്കാൻ ശ്രമിക്കണം. അതായത് പൗരുഷജ്ഞാനവും ബൗദ്ധിക ജ്ഞാനവും ഉള്ള ഒരാളെ ഗുരുവായിട്ട് കിട്ടാൻ ശ്രമിക്കണം. അങ്ങനെ രണ്ടും ഉള്ളയാളെ കിട്ടുന്നില്ലെങ്കിൽ ബൗദ്ധിക ജ്ഞാനം മാത്രമുള്ളയാളെ ആണ് ഗുരുവായിട്ട് സ്വീകരിക്കേണ്ടത്. പൗരുഷജ്ഞാനം മാത്രമുള്ള ആളെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ പറഞ്ഞിട്ടില്ല. ബൗദ്ധിക ജ്ഞാനം മാത്രമുള്ളയാളെ ഗുരുവായിട്ട് സ്വീകരിക്കാം.
അറിവ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ശാസ്ത്രം വായിച്ചാൽ ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതാണ് ഇവിടെ ഈ അറിവിനെ പറ്റിയിട്ട് വീണ്ടും പറയണത്. ആ ആചാര്യന്റെ ഉപദേശത്താൽ പരമമായ ബ്രഹ്മാനുഭൂതി ഉണ്ടാകും എന്നല്ല പറഞ്ഞത്. ആ ആചാര്യന്റെ ഉപദേശത്താൽ ജ്ഞാനവും വിഷയവിരക്തിയും സുശക്തമാകും. അറിവുണ്ടെങ്കിൽ മാത്രമേ വിഷയവിരക്തി സുശക്തം ആവുകയുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം.